വെള്ളിക്കിണ്ണം വിതറി തുള്ളി തുള്ളി ഒഴുകും കളകളമൊഴുകും കാട്ടരുവി. അടിപൊളി സ്പോട്ടാണ് വൈകുന്നേരം കയറാൻ. ഈ ചൂടുള്ള സമയത്ത് മോർണിംഗ് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യുന്നില്ല. ഇന്ന് ഞാൻ ഈ രാവിലെ തന്നെ ബൈക്ക് എടുത്ത് പോകുന്നത് തൊട്ടടുത്ത പ്രദേശമായ പെരിന്തൽമണ്ണയിലെ കൊടികുത്തിമലയിലേക്കാണ്. നല്ല രാവിലെ നല്ല കോടയും മഞ്ഞും മഴയൊക്കെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനീ പോകുന്നത്. എൻ്റെ കൂടെ സുഹൃത്ത് അജ്മലും അവൻ്റെ സുഹൃത്ത് ഇർഫാനും ഉണ്ട്. അങ്ങനെ ഫൈനലി നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോഴാണ് 8 മണിയാകുമ്പോഴേ ഇത് ഓപ്പൺ ആവുള്ളൂ. നമ്മൾ കുറച്ച് ഇങ്ങോട്ട് മാറി നിന്നാണ്. ഇവിടുത്തെ നമ്മൾ ടീംസൊക്കെ ഉണ്ട്. ഇത് മിസ്റ്റർ അംസപ്പള്ളി അജ്മൽ, എന്തോ എൻ്റെ വേറെ അംസ ഇർഫാൻ. അപ്പോൾ അങ്ങനെ വൈബ് അടിച്ചിങ്ങനെ പോസ്റ്റായി നിൽക്കുകയാണ്. 8 മണിയൊക്കെ ആകുമ്പോഴാണ് തുറക്കൽ. ആദ്യമൊന്നും ഇവിടെ ഇങ്ങനെ ടിക്കറ്റൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ രാവിലെ വന്നാൽ നല്ല അടിപൊളി കോടയും കാര്യങ്ങൾ കിട്ടുമായിരുന്നു. പക്ഷെ അതൊക്കെ മിസ്സായി. ഇപ്പം അതാ സൂര്യനെ കുതിച്ച് വന്ന് മൊത്തത്തിൽ കോടകളൊക്കെ പോയി. ഇനി 8 മണിയാവണം ഇത് ഓപ്പൺ ആവണമെങ്കിൽ. 1770 അടി ഉയരത്തിലാണ് ഈ കൊടികുത്തിമല സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ മലപ്പുറത്തിൻ്റെ മിനി ഊട്ടി എന്നും ഇതറിയപ്പെടുന്നുണ്ട്. പെരിന്തൽമണ്ണയിൽ നിന്ന് 12 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മലമുകളിലെ 91 ഹെക്ടർ പുൽമേടും വനവകുപ്പിൻ്റേതാണ്. പ്രദേശത്തെ 70 ഏക്കറോളം സ്ഥലം വിവിധ പദ്ധതികൾക്കായി ടൂറിസം വകുപ്പ് നീക്കിവെച്ചിട്ടുണ്ട്. ഗേറ്റ് കടന്ന് കയറിയ ഉടനെ തന്നെ ഒരു ടിക്കറ്റ് കൗണ്ടർ കാണാൻ സാധിക്കും. മുതിർന്നവർക്ക് 40 രൂപയും കുട്ടികൾക്ക് 20 രൂപയുമാണ് ചാർജ്. മല കയറുമ്പോൾ മുകളിലേക്ക് പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും അലൗഡല്ല. അത് ഇവിടെ വെച്ചിട്ട് വേണം മുകളിലേക്ക് പോകാൻ. അങ്ങനെ ഫൈനലി നമ്മൾ 8 മണിയായപ്പോൾ ടിക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 പേരും ഇങ്ങനെ ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹംസ ആദ്യമായിട്ടാണല്ലേ ഇവിടെ? ഇവിടെ ആദ്യമായിട്ടാണ്. ഇപ്പോൾ 2ാമത്തെ തട്ടാണ്. ഞാൻ എത്രാമത്തെ തട്ടാണെന്ന് എനിക്കറിയില്ല. അത്രയും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ കയറി വെക്കാം. മുകളിലേക്ക് ട്രക്ക് ചെയ്ത് പോകുന്നതിനിടയ്ക്ക് പുൽമേടുകൾക്കിടയിലൂടെ ചെറിയ വഴികളുണ്ട്. അതുവഴി കടന്നു പോയാൽ മനോഹരമായിട്ടുള്ള ചില വ്യൂ പോയിന്റുകളൊക്കെ കാണാൻ പറ്റും. ഞങ്ങൾ കയറിയ സമയത്ത് സൂര്യനൊക്കെ ഉദിച്ച് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു 40 മിനിറ്റോളം ട്രക്ക് ചെയ്ത് ഞങ്ങൾ മുകളിലെത്തി. ഇതിന് മുകളിലെത്തിയാൽ ചുറ്റുമുള്ള പ്രദേശം കാണുന്നതിനായി ഇവിടെ 3 നിലയിലുള്ള ഒരു ഗോപുരമുണ്ട്. 1998 ഇത് നിർമ്മിച്ചത്. മല കയറി മുകളിലെത്തിയപ്പോൾ പാലക്കാട്ടുകാരായ കുറച്ച് പിള്ളേരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. രാവിലെ ട്രക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച ശേഷം ട്രക്കിംഗ് ആരംഭിക്കുന്നതാവും നല്ലത്. ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നവിടെ കടകളൊക്കെ ഉണ്ടെങ്കിലും 9 മണി 10 മണിയൊക്കെ ആവും അത് ഓപ്പണായി വരണമെങ്കിൽ. നേരത്തെ തന്നെ ഞങ്ങൾ ട്രക്കിംഗ് ചെയ്ത് മുകളിലെത്തിയതുകൊണ്ട് വാച്ച് ടവർ തുറന്നിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞ് വാച്ച്മാൻ വന്ന് ആ ഗേറ്റ് തുറന്നു തന്നത്. നമ്മളിതിന് ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ നീലഗിരി മൗണ്ടെയ്ൻസൊക്കെ കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരു നല്ല വ്യൂ ഒന്നും കിട്ടുന്നില്ല. ഫുള്ള് വെയിലും മൊത്തം ഫോഗി ആയിട്ട് കിടക്കുകയാണ്. മഴക്കാലത്ത് വരികയാണെന്നുണ്ടെങ്കിൽ മഴയൊക്കെ പെയ്തിട്ടുള്ള ആ ഒരു ദിവസം നിങ്ങളിങ്ങോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി കോടൊക്കെ നിറഞ്ഞിട്ട് ഫുൾ അടിപൊളിയായിരിക്കും. ഇതിൻ്റെ ഒരു 360 വ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇത് ഇങ്ങനെ വരും. ഇത് ആ സൈഡിലൊക്കെ ആയിട്ട് കടലാണെന്ന് തോന്നുന്നുണ്ട്. അവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട് ഇവിടെ വന്നാൽ പൊന്നാനി കടലൊക്കെ കാണാൻ പറ്റുന്നു. അപ്പോൾ ഇതാണ് കൊടികുത്തിമലൻ്റെ ഒരു ഏകദേശം ഒരു 360 വ്യൂ. വൈകുന്നേരമൊക്കെ നിങ്ങളിവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല വൈബാണിക്കരം. നല്ല സൺസെറ്റൊക്കെ ആസ്വദിച്ച് റിലാക്സായി ഒരു അടിപൊളി സ്പോട്ടാണ് വൈകുന്നേരം കയറാൻ. ഈ ചൂടുള്ള സമയത്ത് മോർണിംഗ് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ മഴക്കാലത്ത് ഏത് സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കയറാം. നല്ല അടിപൊളിയാണ് കയറാം. സോ ഇത്രയൊക്കെയാണ് കൊടികുത്തിമല. ഒരുപാട് പ്രതീക്ഷിച്ച് വന്നതായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ മൊത്തത്തിൽ പ്ലിങ് ആയിപ്പോയി. മഴയൊക്കെ പെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ
റെയിൻ കോട്ടൊക്കെ എടുത്ത് ബാഗൊക്കെ ഇട്ട് സെറ്റായിട്ടാണ് വന്നത്. പക്ഷേ ഒന്നും നടന്നില്ല. അപ്പോൾ നമ്മൾ അജ്മലും നവാസൊക്കെ അവിടെ അടിയിലുണ്ട്. നല്ല കോടിയും വൈബൊക്കെ തേടി കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ. എങ്ങനെയുണ്ട് മോർണിംഗ് കയറിയിട്ട് എന്താ അഭിപ്രായം? എന്താണ്? നല്ല കോടല്ലേ? കോട കയറി വന്നതല്ലേ? നമ്മളുടെ ചെക്കന്മാരെ പോയത് ഇങ്ങോട്ട് മല കയറ്റിയതാണ് കോട കിട്ടുന്ന പറഞ്ഞിട്ട്. എവിടെ നവാസ എന്താകും പോയായിരുന്നു നല്ലത്. എക്സ്പ്ലോറിങ് കഴിഞ്ഞ് ഇറങ്ങി. ഇനി എന്താ അടുത്ത പരിപാടി അജോ? അടുത്ത പരിപാടി ഇവിടെ വന്നിട്ട് ഒരു പോത്ത് കണ്ടില്ല, അപ്പൊ നല്ലൊരു പോത്തിന്റെ ബീഫ്. നല്ല ബീഫ് അല്ലേ? അത് മൂക്കറ്റ് അടിച്ചുകൊണ്ട് പെരയെ പോയിട്ട് നമുക്ക് വിചാരിച്ച മാതിരി ഒരു തേങ്ങ ഇവിടുന്ന് കിട്ടിയില്ല. അപ്പം ഇനി ഫുഡുമ്മേലെ നമ്മൾ പ്രതികാരം തീർക്കും. വെറുതെ ഒരു ദിവസത്തിന് പകുതി അങ്ങോട്ട് പോയി. നമാസ് അത് ആകെ വാടിത്തളർന്ന് മുന്നിൽ നടന്നു പോകണം. വെള്ളിക്കിണ്ണം വീതാറി അജാജിൻ്റെ പാട്ടുണ്ട്. വെള്ളിക്കിണ്ണം വീതാറി തുള്ളി തുള്ളി ഒഴുകും കളകളമൊഴുകും കാട്ടരുവി. ബാക്കി എനിക്കറിയില്ല. ഗൈസ്, അങ്ങനെ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് വന്നിരിക്കുന്നു. ഗൈസ്, ഒരാൾ ഇവിടെ ഫോണ് കഴിച്ച് എടുക്കണ് പോസ്റ്റായിട്ട്. രാവിലെ തന്നെ തിരഞ്ഞു നോക്കിയില്ലേ? അങ്ങനെ നമ്മൾ കൂടെ ഉണ്ടായിരുന്ന അജബലും ടീമൊക്കെ നേരെ പെരയൊക്കെ ഇട്ട് വരുന്നതായിട്ട് നല്ല ചൂടായിരുന്നു. ഒരു ഹോട്ടലൊക്കെ കയറിയിട്ട് നമ്മൾ ചെറിയൊരു ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നേരെ അങ്ങോട്ട് പോകുന്നു. അജബലും ടീമും ആണ്ടുപോയി. ഗൈസ്, പേരക്കുട്ടി വന്നിട്ട് ഉമ്മ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടാകും കേട്ടോ. പേരക്കുട്ടി വന്നിട്ട് ഉമ്മ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടാണ്. ഞാൻ വെറുതെ പറഞ്ഞാന്ന് വിചാരിച്ചു. ഇജ്ജ് വന്നിട്ട് ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടായിരിക്കുന്നില്ലേ? അപ്പൊ നമുക്ക് നേരെ ഇനി കുളിച്ച് ഫ്രഷ് ആയിട്ട് കാണാം. കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ ഉള്ള പരിപാടിയാണ്. ഇജ്ജ് ഇവിടെ ഇരുന്നാ? ഇച്ചി നമ്മളെ കൂട്ടാ ചോറ് കഴിയിരുന്നാണ്. എങ്ങനെയുണ്ട് ഉമ്മമാന്റെ ബിരിയാണി? എങ്ങനെയുണ്ട്? സൂപ്പറാണ്. ഇങ്ങോട്ടൊക്കെ സൂപ്പറാണ്. എന്തൊക്കെ ഉണ്ടായിക്ക്? എന്തൊക്കെയുണ്ട്? ഇതെന്താ? അതെന്താണ്? എങ്ങനെയുണ്ട്? രസമുണ്ട്. അപ്പോൾ നമ്മൾ ചോറ് കഴിക്കണം. എന്താണ് നമ്മളെ കിച്ചണത്തെ ടേബിള്. ഗസ്റ്റുകൾ വരുമ്പോൾ നമ്മളെവിടെ ഇരിക്കുക? എല്ലാ വീട്ടിലുണ്ടോ അങ്ങനെ രണ്ടൊരു ടേബിള്? ഗസ്റ്റുകൾ വരുമ്പോൾ പുതിയ പ്ലേറ്റ് എടുക്കും, പുതിയ ടേബിൾ കയറും ഇല്ലേ സാധനം? അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വരാം.